മീനായിരിക്കും. യെസ്, അതോടെ നല്ല ചറുക്കലുണ്ട് നമ്മളിരിക്കുന്ന സ്ഥലത്ത്. ചിക്കൻ കറി ചറുകി കയറിങ് പാപ്പിയുടെ കയറി ചിക്കൻ പാറ്റി വീഴും. ഇതിനോടാടാ ഗൈസ് ചെറുതാണ്, പക്ഷെ എങ്കിലും നമുക്ക് അതിൽ പ്രശ്നമില്ല. ഇത്ര നേരം നമ്മുടെ കാത്തിരിപ്പിന് അതൊരു വലിയൊരു സംഭവമാണ്. എന്ത് വേടാ കേട്ടോ യെസ്, പാവലല്ലേ? അങ്ങനെ നമുക്ക് ഒരു പാവൽ ലഭിച്ചിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിബീസ് വ്ളോഗ്. വെച്ചോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി, നമ്മളിന്നൊരു ചൂണ്ടയിടാൻ വന്നിരിക്കുകയാണ്. കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു ചൂണ്ടയിടാൻ വന്നൊരു വീഡിയോ എടുത്തു. ഒരെണ്ണം വലിയ ഒരു പാവലിനെ ദീപക്കൻ്റെ വീട്ടിൽ ലഭിച്ചിരിക്കുകയാണ്. ദീപകട തെളിഞ്ഞ് ദീപകട കണ്ട് സ്കോർ 2 ഗൈസ്. അമൽച്ചാൻ്റെ ചൂണ്ടയിൽ ചെറിയ അനക്കമുണ്ട്. മീൻ വലിക്കുന്നു. അമലിവിടെ തയ്യാറായി നിൽക്കുന്നു. എന്ത് സംഭവിക്കാം? ടാൻ 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 ടാൻ. രക്ഷയില്ല. ചിക്കുനെ നോക്കാം. ചിക്കു കുറേ കാടും പടലൊക്കെ വലിച്ച് കരക്കടിപ്പിക്കുക. കാരണം ഇവിടെ പയ്യൻ തിരിച്ച് ചെയ്യുന്നു. ഗൈസ്, ചൂണ്ടയുടെ നമുക്ക് ആദ്യം നല്ലൊരു ക്ഷമ വേണം, പിന്നെ നല്ലൊരു ടീം വേണം. എനിക്കിട്ട ടീം കാണിച്ചു തരാം. കിടില ടീമാണ്. അതായത് ടീമിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ചൂണ്ടയിട്ടിട്ട് മീനിൻ്റെ കൊരുപ്പിൽ നിന്ന് മാവ് തിന്നുകൊണ്ട് വന്ന മീനുകൾ അത് ഇവർ പോലും അറിയുന്നില്ല. ചുമ്മാ ചേട്ടാ ഇരിക്കട്ടെ. നിങ്ങളിത് കാണുക. ചിക്കു അങ്ങനെ ചിക്കു ഒരു മീൻ പിടിച്ചേ. കൊണ്ടോ അതേതാണ് പാവൽ. ഇവിടെ പാവലിൻ്റെ വേറൊരു ഐറ്റമാണ് ചിക്കനായിട്ട്. വേറൊരു ഐറ്റമല്ലല്ലോ പാവൽ. ചെറുതാണെങ്കിലും നമ്മുടെ ഇത്ര നേരത്തെ അധ്വാനത്തിന് അതൊരു സന്തോഷം വലുതാണ്. ചെറിയ മീൻ, ചെറിയ കൊരുപ്പ്, ചെറിയ ചുണ്ട, പക്ഷെ സന്തോഷം വലുതാണ്. ഏതാനെ 3 മീനുകളായിരിക്കുന്നു നമുക്ക്. ഞാൻ കരിമീൻ പിടിച്ചിട്ടുള്ള അക്കൗണ്ട് തുറക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പാവലൊന്നും വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ക്യാമറ നോക്കി അഭിപ്രായം. ഞാൻ കൂടുതലും ശ്രമിക്കുന്നത് ഈ കരിമീൻ പിടിച്ച് എൻ്റെ അക്കൗണ്ട് തുടങ്ങണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മളെ കൂട്ടുകാരൻ ശ്രീകൂട്ടൻ വിളിക്കുന്നുണ്ട്. അനുപേട്ടൻ ജോയിൻ ചെയ്തിട്ട്. അനുപേട്ട ഹായ് കാണിക്കും. യൂട്യൂബ് ലൈവ് ലൈവല്ലേ ഗൈസ്. ആ അനക്കം ചേറിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. നമ്മുടെ മുളയുടെ ഇലയുടെ അടിയിൽ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ അടുത്തെത്തി. പക്ഷെ നമ്മളിപ്പം ഇതിൻ്റെ കൂടെ വലിയ ചേർ കാണും, നമ്മൾ പിടിക്കില്ല. നമ്മൾ അങ്ങനെയൊക്കെ ഉള്ള ടീംസാണ്. എന്താണ് ചേട്ടാ, എൻ്റെ മാതാപിതാക്കൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മളിപ്പം പിടിച്ചിട്ട് പോയാൽ ഇവർ ചത്തുപോകും. ഇവർ വലുതായിട്ട് നമ്മൾ പിടിക്കാം. അതിനുവേണ്ടി നമ്മളിവരെ മാറ്റിയിട്ടിരിക്കുന്നു. പക്ഷെ എൻ്റെ തള്ളേനൊന്നും കണ്ടില്ലല്ലോ ചേട്ടാ. ആ സൈഡിലൂടെ കാണില്ലേ? ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇങ്ങ് വന്നു സ്രാവിനെ കിട്ടി. എവിടെ ക്യാമറ? നമ്മളിവിടുന്ന് പോവല്ലേ, അടുത്ത സ്ഥലത്ത് പോവല്ലേ. അങ്ങനെ ചിക്കു വീണ്ടും 2 മീനായിരിക്കുകയാണ്. നമ്മൾ അക്വമേനായ അമൽച്ചേട്ടൻ തിരിക്കും. ഒരെണ്ണം പിടിക്കാതെ വീണ്ടും പോകണം. നമ്മളിവിടെ വലിയൊരു ഗടാഗടിയ മീനെ പിടിച്ചിട്ടേ വരുള്ളൂ. ഗൈസ്, നമ്മളവിടെ ശ്രീകുട്ടൻ ജോയിൻ ആയിരിക്കുകയാണ്. ഗൈസ്, ഇതാണ് മീൻ. ശ്രീകുട്ടൻ ചൂണ്ടയിടാൻ വേണ്ടി തുടങ്ങിയാണ്. വേറെ ആരോ ചൂണ്ടയിടുന്നു. ശ്രീകുട്ടൻ തുടങ്ങിയിരിക്കുകയാണ്. ശ്രീകുട്ടൻ തുടങ്ങായ അല്ലെങ്കിൽ അവിടെയാണ് കണക്കുള്ളത് മീൻ്റെ. അങ്ങനെ ആരോമൽച്ചേട്ടനും കൂടെ നമ്മളവിടെ ജോയിൻ ആയിരിക്കുന്നു. വീട്ടിലേക്ക് ഓക്കെ. ദീപക്കട്ടൻ പോൾ റോഡിൽ മീൻ ഇട്ടതേ ഉള്ളൂ, അല്ല ചൂണ്ടിട്ടേ ഉള്ളൂ ഗൈസ്. ഒന്നും പേടിക്കില്ല, മീനുണ്ട്. ശുഭപ്രതീക്ഷയാണ് നമ്മുടെ ചിക്കു. തിരി നോക്ക് ചിക്കു, കണ്ണു ചിമ്മ. ഓക്കെ,
ചിക്കു അവിടെ സേഫ് ആയിട്ടുണ്ട്. ഗൈസ് നമ്മൾ അക്ഷമരായി വീണ്ടും ചൂണ്ടയിടാൻ നിൽക്കുകയാണ്. നമ്മൾ ചേട്ടൻ ശ്രീ കേട്ടോ അല്ലയാ പെട്രോൾ പമ്പ് അറിയാമോ? പെട്രോൾ പമ്പ് ഇല്ല കേട്ടാ. ഇന്ന് ഓപ്പൺ ആണെന്നാണ് ചോദിച്ചാ. അറിഞ്ഞൂടാ ഇന്ന് ഓപ്പൺ അല്ല. ചിക്കൻ എല്ലാം കിട്ടിയാടാ? ചിക്കൻ ഇല്ലാട്ടാ ഇല്ല വീഡിയോ ചിക്കൻ ഒരു മീൻ ഇട്ടിരിക്കുകയാണ്. മീൻ എവിടെയാടാ? ചിക്കൻ ഒരു കട മീൻ കാണിക്കും. അതെ ചെറുതാണ് പക്ഷേ എങ്കിലും കുഴപ്പമില്ല. വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു മീനും കൂടെ കിട്ടി. ആരാടാ ചത്ത? അതോടുകൂടി ഗൈസ് അപ്പോൾ നമ്മളിനി ചിക്കു ശ്രീകുട്ടാ ആരും ചേട്ടാ ബൈ. അപ്പോൾ ഇതോടെ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ ബൈ.